ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി PSC ലേണേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7/2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കാർ ഓടിയ ദൂരത്തിൻ്റെ പകുതി 40 കിലോമീറ്റർ വേഗതയിലും ബാക്കി ദൂരം 60 കിലോമീറ്റർ വേഗതയിലുമാണ് ഓടിയത്. വാഹനത്തിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ എത്ര? ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്ത് കണ്ടുപിടിക്കാനാണ്? ശരാശരി വേഗത കാണാനാണ്. ശരാശരി വേഗത കാണാനുള്ള ഫോർമുലയാണ് 2ab by a plus b. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോമീറ്റർ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 40 × 60 by a plus b. 40 + 60 എത്ര വരാം? 100. സീറോകൾ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് 48. അപ്പോൾ ആൻസർ എത്രയോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 48 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും കൂടി ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എ ഒറ്റയ്ക്ക് 10 ദിവസം എടുക്കുന്ന ആ ജോലി ബി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയും ബിയും കൂടിയാണ് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? 6 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഇതെല്ലാം ചെയ്യുമ്പോൾ 1/6 എന്നാണ് എഴുതുക, വ്യുൽക്രമമാണ് എഴുതുക, കാരണം ഒരു ദിവസത്തെ വർക്കാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ എ ഒറ്റയ്ക്ക് ചെയ്യണത് 10 ദിവസം കൊണ്ട് 1/10 എന്ന് എഴുതണം. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1/6 കിട്ടി, എ എന്ന് പറഞ്ഞാൽ 1/10 കിട്ടി. ഇതിന് ബി കാണാൻ എന്താ ചെയ്യുക? എ പ്ലസ് ബി എന്ന് എ മൈനസ് ചെയ്താലും ബി കിട്ടും. അപ്പോൾ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കാണാനായിട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1/6 നിന്ന് എ മൈനസ് ചെയ്യണം, 1/10 മൈനസ് ചെയ്യണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 - 6/60 എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത് 4/60. ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 15. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 15. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. 15 വർഷം കഴിയുമ്പോൾ അംശബന്ധം 2:3 ആകും. എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര? ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? അപ്പുവിൻ്റെ അമ്മുവിൻ്റെ വയസ്സെന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ആണ് 1:2. 1:2. അപ്പുവിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പോൾ x ആണെങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് 2x ആവും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 15 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് എന്തോ? അപ്പുവിൻ്റെ വയസ്സ് x + 15 ആവും. അമ്മുവിൻ്റെ വയസ്സ് ഇപ്പോൾ 2x ആണ്, 15 വർഷം കഴിയുമ്പോൾ 2x + 15 ആവും. ഈ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത്? 15 വർഷം കഴിയുമ്പോൾ 2:3 ആണ്, അതായത് 2/3 ആണ്. ഇനി ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × x + 15 = 2 × 2x + 15 ഇങ്ങനെ വരും. അപ്പോൾ 3 × ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × x 3x + 3 × 15 45 = 2 × 2x 4x + 2 × 15 30. എക്സുകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. 4x - 3x എന്ന് വരും. 4x - 3x = ഇവിടെ 45 ഉണ്ട്, +30 അപ്പുറത്ത് പോകുമ്പോൾ -30. 4x - 3x എന്ന് പറഞ്ഞാൽ x, 45 - 30 15. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 15 കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എന്താ? അമ്മുവിൻ്റെ വയസ്സാണ്. അമ്മുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. അമ്മുവിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 2x ആണെന്ന് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 × 15 എത്ര വരാം? 30. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? നമ്മൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് 100ന് ശേഷം 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. 100ന് ശേഷം 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ് 102. അടുത്ത നമ്പർ ഏതായിരിക്കും? 108 എക്സെട്ര. ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 400ന് മുന്നായിട്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ എത്രയായിരിക്കും? 396. ഇപ്പോൾ നമുക്കൊരു ശ്രേണി കിട്ടിയേക്കാണ്.
ആദ്യ പദം എന്ന് പറഞ്ഞാൽ 102, അവസാന പദം എന്ന് പറഞ്ഞാൽ 396, അതുപോലെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. നമ്മളൊരു ഫോമിൽ പഠിച്ചിട്ടുണ്ട് പദങ്ങളുടെ എണ്ണം കാണാനായിട്ട്. ഇവിടെ എത്ര സംഖ്യകളുണ്ടെന്നല്ല ചോദിച്ചത്. അപ്പോൾ പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോമുലയാണ് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പോൾ ഫോമുല എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടോ? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാന പദം എന്ന് പറഞ്ഞാൽ എത്രയാ? 396 മൈനസ് ആദ്യ പദം എത്രയാ? 102 ബൈ പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? 6 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 6 പ്ലസ് 1 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 396 മൈനസ് 102 ചെയ്താൽ എത്രയാണ് വരാം? 294 ബൈ 6 പ്ലസ് 1. ഇത് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര വരാം? 49 വരും. 49 പ്ലസ് 1. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 50 നമ്പറുകളാണ് 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ. അപ്പോൾ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതി 8 ആണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ സംഖ്യ n ആണെന്ന് വിചാരിക്കാം. സംഖ്യ n ആണെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞേക്കണേ? സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3n, അതിൽ നിന്ന് 5 കുറച്ചതിൻ്റെ, 5 കുറക്കുക അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ബൈ 2 സമം എത്രയാണെന്ന് പറഞ്ഞേക്കണേ? 8 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. ഈ n എന്താന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ചെയ്യുമ്പോൾ എന്താ വരാം? 3n മൈനസ് 5 സമം 8 ഇൻറ്റു ഈ ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 2 ആവും 16. 3n സമം 16 മൈനസ് 5 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 5 ആവും. അപ്പോൾ എത്ര വരും? 21 വരും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ് വരണേ? 21 ഇൻറ്റു 3 ഇപ്പുറത്ത് വരുമ്പോൾ ബൈ 3 ആവും. ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 7. അപ്പോൾ n എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത്. 7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വക്കുകളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം എത്ര? ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഒരു സമചതുര കട്ടയുണ്ട്, അതിന്റെ വക്കുകളെല്ലാം 6 ആണ്. അതിൽ നിന്ന് ഒരു ഗോളം ചെത്തിയെടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആരം എത്രയായിരിക്കും? ഇവിടെ മൊത്തം 6 ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പകുതിയാണ് ആരമായിട്ട് വരാം. ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് അപ്പോൾ വരുന്നത് 3 ആണ്. 6ന്റെ പകുതി 3 ആണ് വരുന്നത്. നമുക്ക് ഫോമുല അറിയാം. ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോമുലയാണ്. നമ്മളോട് ഇവിടെ വ്യാപ്തം ഒന്ന് കാണാൻ പറഞ്ഞേക്കണം. വ്യാപ്തം കാണാനുള്ള ഫോമുല അറിയാം. നേരത്തെ ഇതേ ക്വസ്റ്റ്യനിൽ അർദ്ധഗോളത്തിന്റെ നമ്മൾ പഠിച്ചിരുന്നു 2/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഗോളാവുമ്പോൾ എത്രയാ? 4/3 പൈ ആർ ക്യൂബ്. ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോമുലയാണ് 4/3 പൈ ആർ ക്യൂബ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബ്. ആരം നമുക്കിവിടെ 3 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 3ന്റെ ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വരും. ഒരു 3 ഇവിടെ ക്യാൻസൽ ചെയ്യും. ബാക്കി എത്ര വരണേ? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 4 36 പൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫോമുല പഠിക്കണം. 4/3 പൈ ആർ ക്യൂബ്. ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ് ആവും. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ 4ന് പകരം 2 ആവും. 2/3 പൈ ആർ ക്യൂബ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 36 പൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2/3x + 1 = 65 ആയാൽ എക്സ് എത്ര? ഇവിടെ തന്നിട്ടുള്ളത് 2/3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 65 ആണ്. പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -1. 65 - 1 എത്രയാ? 64. അപ്പോൾ നമ്മൾ ഈ 64നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. മുന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വരാം? 32. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 16, 2, 8. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 4, 1, 2, 3, 4, 5, 6.
അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 2 × 6 അപ്പോൾ നമുക്ക് 2 × 3x = 2 × 6 കിട്ടി. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാൻ പറ്റും? 6 ആണെന്ന് എഴുതാൻ പറ്റും. x = 6/3 എത്ര വരാം? 2. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 31 6-ാം പദം 47 ആയാൽ ആദ്യ പദം എത്ര? ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4-ാം പദം എന്ന് പറഞ്ഞാൽ 31 ആണ്, 6-ാം പദം എന്ന് പറഞ്ഞാൽ 47 ആണ്. നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, n-ാം പദം കാണാൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, a + n - 1 × d. അപ്പോൾ 4-ാം പദം ആകുമ്പോൾ എന്താ ഫോർമുല വരാം? n-ന് പകരം 4 കൊടുക്കാം. a + 3d എന്ന് പറയുന്നതാണ് എത്ര? 4-ാം പദം എന്ന് പറയുന്നതാണ് 31. അതേപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 6-ാം പദം ആകുമ്പോൾ എത്ര വരാം? a + 5d. ഇതിൻ്റെ വാല്യൂ ആണ് എത്ര വരുന്നത്? 47. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് 4-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31, a + 3d എന്ന് പറഞ്ഞാൽ 31, അതുപോലെ 6-ാം പദം എന്ന് പറഞ്ഞാൽ 47. അത് രണ്ട് ഫോർമുലയിൽ കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് മൈനസ് ചെയ്ത് നോക്കാം. എയും മൈനസ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. 5d - 3d എന്ന് പറഞ്ഞാൽ 2d = 47 - 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. ഡിയുടെ വാല്യൂ എത്ര വരാം? 16/2 8 എന്ന് കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ആദ്യ പദമാണ്. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. a + 3d = 31 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ a + ഡിക്ക് പകരം 8 ഇട്ട് കൊടുക്കാം. 3 × 8 എന്ന് പറഞ്ഞാൽ 24 = 31. അപ്പോൾ a = എത്ര വരാം? 31 - 24. ആൻസർ എത്ര വരാം? 7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 85,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എത്ര? നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. ഫോർമുല എന്താ? I = PNR/100. ഇവിടെ പി എന്ന് പറഞ്ഞാൽ 8500 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 2 വർഷം. R എന്ന് പറഞ്ഞാൽ റേറ്റ് 10% ബൈ 100. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 85 × 2 ചെയ്താൽ 170 എന്ന് വരും. ഇൻറ്റു 10 കൂടി ഉണ്ട്. അപ്പോൾ 1700 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. I = PNR/100 എന്നുള്ള ഈ ഫോർമുല പഠിച്ചു നോക്കണം. എല്ലാവർക്കും അറിയുന്ന ഫോർമുല തന്നെ ആയിരിക്കും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്ക് 9:20 എന്ന സമയം കാണിക്കുന്നു. ക്ലോക്കിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? അപ്പോൾ നമുക്കറിയാം പ്രതിബിംബം കാണിക്കുമ്പോൾ 11:60 എന്നാണ് നമ്മൾ മൈനസ് ചെയ്ത് നോക്കേണ്ടത്. 11:60 തന്നിട്ടുള്ള സമയം മൈനസ് ചെയ്ത് നോക്കണം. 9:20 മൈനസ് ചെയ്താൽ 40. 11 9 പോയാൽ 2. 2:40 ആണ്. അപ്പോൾ 2:40. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി Psc ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.